എക്സർസൈസിനെ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാത്തൊരു പ്രധാന കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ എക്സർസൈസുകൾ ഏത് ടൈപ്പാന്നുള്ളത് പലർക്കും അറിയില്ല. ഇതിൽ ഏതാണ് ഹാർട്ടിന് വേണ്ടതെന്ന് അറിയില്ല. ഇത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം എന്നറിയില്ല. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ. ഒന്നാമത്തത് കാർഡിയോ എക്സർസൈസുകളാണ്. എന്താണ് കാർഡിയോ എക്സർസൈസ്? ഇത് കലോറി കത്തിച്ച് കളയുന്നുണ്ട്, ഹാർട്ടിന്റെ എൻഡുറൻസ് കൂട്ടുന്നുണ്ട്, മൊത്തത്തിലുള്ള ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. ഇത് വെയിറ്റ് കുറക്കാനും കാർഡിയാക് ഫിറ്റ്നസ് ഉണ്ടാക്കാനും വളരെ വളരെ നല്ലത്. ഇത് എത്ര പ്രാവശ്യം ചെയ്യണം? ആഴ്ചയിൽ 3 മുതൽ 5 ദിവസം വരെ ഇത് നിർബന്ധമായിട്ട് ചെയ്യും. കാർഡിയോ എക്സർസൈസിൽ വരുന്നത് നമുക്കറിയാം, ഓടുക, നടക്കുക, നീന്തുക, സൈക്ലിംഗ് ചെയ്യുക. ഇതൊക്കെയാണ് കാർഡിയോ എക്സർസൈസ്. രണ്ടാമത്തത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. എന്താണ് സ്ട്രെങ്ത് ട്രെയിനിങ്? ഇതിൽ നമ്മൾ മസിൽസിന്റെയും എല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കുകയാണ്. ഇതിൽ വരുന്നതാണ് വെയിറ്റ് ലിഫ്റ്റിംഗ്, റെസിസ്റ്റന്റ് ബാൻഡ് എക്സർസൈസ്. ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന വഴി ബോഡിയൊക്കെ നല്ലൊരു ഷേപ്പിലേക്ക് വരും, ഫാറ്റ് കണ്ടന്റ് ഒക്കെ കുറയും, കാലറി ബേൺ ഔട്ട് ഉണ്ടാവും. ഇത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം? ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തത് ഹിറ്റ് എക്സർസൈസ് ആണ്. എന്താണ് ഹിറ്റ് എക്സർസൈസ്? ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൽ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ പെട്ടെന്ന് ചെയ്യും, പിന്നെ ഒരു റെസ്റ്റ് കൊടുക്കുകയും ചെയ്യും. ഹിറ്റ് എക്സർസൈസുകൾ ഫിറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ഫലപ്രദമാണ്. പെട്ടെന്ന് തന്നെ ഫിറ്റ്നസ് കിട്ടാനും സഹായിക്കും. ഇത് ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം? ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ കാര്യം വളരെ വളരെ പ്രധാനമാണ്. ഇത് എന്താണ്? റെസ്റ്റ് ആൻഡ് റിക്കവറി. എല്ലാ ദിവസവും എക്സർസൈസ് എടുക്കാൻ പാടില്ല, ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം ശരീരത്തിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട്. ഇത് മസിലിന്റെ റിക്കവറിക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാർഡിയോ എക്സർസൈസുകൾ, സ്ട്രെങ്ത് എക്സർസൈസുകൾ, ഹിറ്റ് എക്സർസൈസുകൾ എല്ലാം ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു റുട്ടീൻ നമ്മൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ത് എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം, അതിൽ സ്ഥിരമായിട്ട് മുഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ട്രെയിനറെ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.